കൂട്ടുകാരെ, അപ്പൊ റമദാനൊക്കെ ഇങ്ങോട്ട് എത്തി. നമ്മളെല്ലാരും നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാട്ടോ. അപ്പൊ ഇന്നെന്തായാലും ഞാൻ പണിക്കൊന്നും പോയില്ലായിരുന്നു. ഇന്ന് വിചാരിച്ചു എന്തായാലും ചെറിയൊരു നോമ്പുറ ആക്കാന്ന്. അപ്പൊ ഇന്നിപ്പോ ഞാനും ഉമ്മച്ചി തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ചെറിയ മട്ടത്തില് ചെറിയൊരു നോമ്പുറ ആക്കാട്ടോ. അപ്പൊ ആ വീഡിയോയിലേക്കാണ് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും കാസിം ഭായ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹ സ്വാഗതം. അങ്ങനെ ഉമ്മച്ചി ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ തിളക്കുന്നുണ്ട്. ഉമ്മച്ചിക്ക് 4 മണി ആവുമ്പത്തേക്കും ബേജാറാണ്. മക്കളെ 6:45 ബാങ്ക് കൊടുക്കുക. പറഞ്ഞിട്ട് എന്താ കാര്യം? ആകൂല പറഞ്ഞിട്ട് അപ്പൊ തന്നെ പരിപാടി തുടങ്ങും. എന്തായാലും ഒരു 5-5:30 ആവുമ്പത്തേക്കും ഞാൻ എന്റെ കലാപരിപാടി തുടങ്ങിയിട്ടോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോയത് നമ്മുടെ തരികാച്ചിതാണ്. നമ്മുടെ ഈ തെക്കന്മാർക്ക് തരി ഇല്ലാണ്ട് എന്തൊരു നോമ്പുറല്ലേ. നിങ്ങളെ വിരക്കൊക്കെ തരി കാച്ചിലുണ്ടോ? എന്താണ് നിങ്ങളൊക്കെ വർത്താനം? എന്തായാലും കമന്റിൽ ഒന്ന് പറയണേ. അപ്പൊ ഇതാ നമ്മുടെ സാധാരണ ചീനച്ചട്ടി തന്നെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. വിവാദമായ ഒരു ചീനച്ചട്ടി കൂടിയാട്ടോ. അതിന്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരേ. അപ്പൊ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതാ നമ്മുടെ നമ്മുടെ RKGന്റെ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിന് കുറച്ച് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പാലും വെള്ളം കൂടി മിക്സ് ചെയ്താലും കുഴപ്പമില്ല. പെട്ടെന്ന് പാല് കാണാത്തോണ്ട് ഞാൻ വേഗം തിളച്ച് പോയതുകൊണ്ട് പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചു. അതിന്റെ കൂടെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ നമുക്ക് ഇച്ചിരി ആർപ്പാടാണ് കൂട്ടുകാരെ. കാരണം പഴയ കാലത്തൊന്നും ആ പാല് ഒന്നും ഒഴിക്കലില്ല. വെറും പച്ചവെള്ളത്തിൽ തരിയും കാച്ചി കഴിഞ്ഞാൽ തരി കാച്ചി എന്നുള്ള പേരിടുക ചെയ്യുക. പക്ഷെ ഞാനിപ്പോ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇച്ചിരി ഫോമത്തോടെ കൂടി എടുക്കാൻ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത്. കൂടെ നമ്മുടെ ഏലക്കായും 2 കഷ്ണം അങ്ങോട്ട് നന്നായി ചതച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇച്ച മണവും ഗുണവും ഒക്കെ നമ്മുടെ തരി കാച്ചിയിൽ കുടിക്കുമ്പോ ഉണ്ടാവും ഏലക്കായി കിട്ടാല്. നന്നായി തിളച്ചു വന്നപ്പോഴത്തേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഇളക്കുക. പഞ്ചസാരന്റെ കൂടെ ഒരു കുറച്ച് ഉപ്പും കൂടി ഇടാൻ മറക്കണ്ട കേട്ടോ. എന്നാലാണ് ഇതിപ്പോ അതിൻ്റെതായ രുചി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ റവ ഇടുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് റവ ഇട്ട് കഴിഞ്ഞാൽ ഇത് അപ്പം പോലെ ആയി പോകും. പിന്നെ ഉപ്പുമാവായിട്ട് തിന്നാനേ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വറുക്കാത്ത റവയാണ് നിങ്ങൾ വറുത്തിട്ടേ ഇടാവുള്ളൂ. ഇത് വറുത്ത റവയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചു വെച്ചു. ഇനി ഒരു കുഞ്ഞ ചീനച്ചട്ട അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ചും കൂടി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചും കൂടി ആർപ്പാടം കൂടി ചേർക്കാം. എന്താ ആർപ്പാടത്തിന് കുറവ്? 2-4 പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിങ്ങ കൂടി ഇട്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ തരി കാച്ചി അങ്ങോട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ തരി കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷം അങ്ങോട്ട് കിട്ടും. പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ മുന്തിരിങ്ങ ഇച്ചിരി കറുത്തു പോയി. അത് സാരല്ല, നമുക്ക് കുടിക്കാനല്ലേ. നിങ്ങളെല്ലാരും ഇപ്പൊ നോമ്പ് പറഞ്ഞിട്ടേല് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കാം. അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ജ്യൂസാണ്. കാര്യം നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ജ്യൂസിനുള്ള സാധനം ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പച്ചമാങ്ങ നമ്മുടെ മാവുമ്മ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് കടയിൽ നിന്ന് മേടിച്ചതാ. അപ്പൊ മാങ്ങ എന്തായാലും കൊണ്ടുപോയിട്ട് അത് പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് മുന്തിരിക്ക മേടിക്കണം വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും മേടിച്ചില്ല. ഉള്ളത് ഇപ്പൊ മാങ്ങയാണ്. അച്ചാറിടാൻ കൊണ്ടുവന്ന പച്ചമാങ്ങയാണ്. അപ്പൊ അതെടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും മാങ്ങയും കൂടി നന്നായി യോജിപ്പിച്ചിട്ട് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത അടിപൊളി പച്ചമാങ്ങ ജ്യൂസ് കിട്ടുകയും ചെയ്യും. കാരണം ദാഹത്തിന് ഇതൊക്കെ തന്നെ മതി. ഇപ്പൊ വലിയ ഒന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. നോമ്പ് ഇറക്കുമ്പോൾ ഇത്രയൊക്കെ തന്നെ പാടുള്ളൂ. ഒരുപാടൊന്നും പാടില്ല. നമ്മൾ ഈ തെക്കൻ എന്താ പറയാ തെക്കന്മാര് എന്ന് പറയും. നമ്മുടെ ഇവിടെ തെക്കൻ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലപ്പുറത്തുനിന്ന് കുടിയേറിയ ആൾക്കാരാണ് ഉമ്മച്ചിയും എന്റെ ഉപ്പച്ചിയൊക്കെ. അപ്പൊ അവരിവിടെ വന്ന് ാണെങ്കിൽ അവരുടെ മലപ്പുറം ശൈലി തന്നെയാണ് അവരുടെ ജീവിത രീതി മുഴുവനും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് ഇറക്കുമ്പോൾ ഒരുപാട് കരിച്ചത് പൊരിച്ചത് അങ്ങനെ ആർഭാടമൊന്നുമില്ല. ആർഭാടം മാത്രമല്ല, പൈസയില്ല നമ്മളെ കയ്യില്. അതാണ് സത്യം. അപ്പൊ പറഞ്ഞപ്പോ ചിരി വന്നിട്ടോ. അപ്പൊ അങ്ങനെ തരി അരച്ചതും മാങ്ങ ജ്യൂസൊക്കെ ആയി കഴിഞ്ഞപ്പോ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. കുറച്ച് അവിലെടുത്തിട്ട് വെള്ളത്തിലിട്ടു. ഇതും നമ്മുടെ ഒരു പഴയ ആചാരം തന്നെയാണ്. കുറച്ച് അവിലെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അതിനകത്തോട്ട് നന്നായി പഴുത്ത നമ്മുടെ പൈസൂർ പഴം എടുത്തിട്ട് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക. എന്നിട്ട് ഇത് 3 കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പ് കേട്ടോ. നമുക്ക് ഇങ്ങനെ തണുത്ത ജ്യൂസ്
ഫ്രിഡ്ജിൽ വെച്ചുള്ള ജ്യൂസ് നമ്മൾ കുടിക്കില്ല. പക്ഷെ നമ്മുടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തണുപ്പ് മതി. അതായത് പഴത്തിന്റെയും അതുപോലെ തന്നെ പാലിന്റെയും അതുപോലെ തന്നെ എന്താ പറയാ അവില് വെള്ളത്തിൽ ഇടുമ്പോൾ കുറച്ചൊരു തണുപ്പ് കിട്ടും. അപ്പൊ അതെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോമ്പ് തുറന്ന് കഴിക്കും. നല്ല ക്ഷീണത്തെ നല്ലൊരു പാനീയ കേട്ടോ. നല്ലൊരു പാനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് പോലെയല്ല, നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് കുടിച്ചും കടിച്ചും കഴിക്കാവുന്ന ഒരു പാനീയ കേട്ടോ. ടേബിളിൽ നമ്മുടെ എല്ലാ വിഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തരി കാച്ചിയത്, ചായ, എന്താ പറയാ ജ്യൂസ്, വത്തക്ക എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരത്തേക്ക് എന്താ ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂവ കാച്ചിയതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പത്തേക്ക് ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ നോമ്പ് തുറക്കാൻ റെഡി ആയിട്ട് അങ്ങനെ ബാങ്കും കൊടുത്തു, നോമ്പും തുറന്നു. നല്ലൊരു പുതുമഴയും പെയ്തു. നല്ല ഐശ്വര്യത്തോടു കൂടി ഭൂമിയിലേക്ക് ഇത് 5-6 തുള്ളി മഴത്തുള്ളികളും വന്നു കേട്ടോ. അപ്പൊ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ പറയുക കമന്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് കാസിം ഭായി വീണ്ടും വരാം. എല്ലാ ചങ്ങാതിമാരോടും ടാറ്റാ ബൈ ബൈ. ഓക്കെ ബൈ ബൈ.